ഹായ് ഫ്രണ്ട്സ്, ദാ ഈ പൂവ് നോക്കി. നല്ല മഞ്ഞ കളറാണ്. ഡാർക്ക് മഞ്ഞയെന്ന് പറയാൻ പറ്റില്ലെങ്കിലും നല്ല മഞ്ഞ കളറാണ്. ക്രീമാന്ന് പറയാൻ പറ്റില്ല, അതിന് യെല്ലോ കളർ ഷെയ്ഡ് കൂടുതലാണ്. ദാ ഇതിനകത്തങ്ങ് ഒരു പുതിയ നിറവും കലർന്നിട്ടില്ലാത്ത നല്ല നിർമ്മലമായ പൂവെന്നൊക്കെ നിറത്തിലെ ആ ഭംഗിയുള്ള ഒരു കളർ, പുറത്തുനിന്നുള്ള വേറൊരു കളറും ഇതിനകത്ത് ചേർന്നിട്ടില്ല. നല്ല ഒറ്റ കളറായത് കേട്ടോ. നമുക്ക് അകത്ത് ക്രീമായിട്ടൊക്കെ തോന്നുമെങ്കിൽ യഥാർത്ഥത്തിൽ ഇതൊരു മഞ്ഞ കളർ തന്നെയാണ്. വെയിലിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ആ ഒരു ഷെയ്ഡിന് കളർ തോന്നാത്തതാണ്. ഇത് ചരിഞ്ഞിരിക്കുന്ന ഒരു ചെടിയാണ്. ഞാനതുകൊണ്ട് ഇങ്ങനെ ചെടി ഇങ്ങനെ ചെടിച്ചട്ടി ചരിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇതിൻ്റെ പ്രൂണിങ് കഴിഞ്ഞെന്നൊക്കെ പ്രൂണിങ് അത്ര ശരിയായില്ല. സാധാരണ പ്രൂണിങ് അതിൻ്റെ കിളിർപ്പൊന്നും അത്ര ശരിയല്ലെങ്കിൽ ഞാൻ വീണ്ടും പ്രൂൺ ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് കുറേ മുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു ഇതൊക്കെ തീർന്നിട്ട് ഈ സീസൺ തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് പ്രൂൺ ചെയ്ത് വീണ്ടും ഒന്നൊന്ന് പ്രൂൺ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. നല്ല ഭംഗിയുണ്ട്. നല്ല വലിപ്പമുള്ള മൾട്ടി പെറ്റൽ ഫ്ലവറാണിത്. നല്ല വലിപ്പമുണ്ട്. മൾട്ടി പെറ്റലാണ്. നല്ല രസമാണ്. വലിയ പൂവാണ്. ഇനിയും നമുക്ക് അടുത്ത ഒരു ചെടി കാണാൻ നോക്കി. ഇതാണ് പിങ്കും വൈറ്റും ഒക്കെ കൂടെ ചേർന്ന ഒരു ചെടിയാണിത്. അതിൻ്റെ വലിയ ഫ്ലവർ എൻ്റെ കയ്യിലുണ്ട്, വേറെ ഒരെണ്ണമുണ്ട്. ഇത് വലിയ ഫ്ലവറല്ല, ഇത് ചെറിയ ഫ്ലവറാണ്. നോക്കി, വൈറ്റിനകത്ത് ശരിക്കും പിങ്ക് ഇതളുകളാണ്. അതിൻ്റെ ചുറ്റിലും ഫ്രില്ല് വെച്ചത് നല്ല വൈറ്റ് കളറാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. അത് തന്നെ നമ്മൾ ഇങ്ങനെ ബ്രഷ് വെച്ച് ഒഴിച്ചതുപോലെ നല്ല വര പോലെ ഇതുണ്ടോ, ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും. നല്ല വര വീണിങ്ങനെ ഇരിക്കുന്ന പോലെ, ബ്രഷ് ഇങ്ങനെ ഓടിച്ച പോലെ ഇരിക്കുന്നത്. ഇതൊരു മൾട്ടി പെറ്റൽ ചെടിയാണ്. പക്ഷെ ഇത് കൊച്ചു ചെടിയാണ് കേട്ടോ, കുഞ്ഞൊരു ചെടിയാണ്. ഓക്കെ, ഇച്ചിരി പൊക്കം ഉണ്ടെങ്കിലും ഇതൊരു വളരെ ചെറിയൊരു ചെടിയാണ്. നല്ലതായിട്ട് പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ഇതളുകളൊക്കെയാണ്. അതിൻ്റെ ചെടിയും നല്ല ആരോഗ്യമുള്ള ചെടിയാണ്. കുഞ്ഞു ചെടിയാണെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നല്ല രസമില്ലേ കൂട്ടുകാരെ എൻ്റെ ഈ അടീനിയം പൂവുകൾ കാണാൻ?